എല്ലാവർക്കും പി എസ് സി പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്കാണ്. ന്യൂയോർക്ക്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ പ്ലേസ് ഓഫ് ആപ്പിൾ എന്നറിയപ്പെടുന്നതോ കസാക്കിസ്ഥാനിലെ അൽമ ആട്ടയാണ്. എന്നാൽ ലാൻഡ് ഓഫ് ആപ്പിൾസ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് ലാൻഡ് ഓഫ് ആപ്പിൾസ് എന്ന് അറിയപ്പെടുന്നത്. ദ ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്, ദ പ്ലേസ് ഓഫ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് അൽമാട്ട, അതുപോലെ തന്നെ ദ ലാൻഡ് ഓഫ് ആപ്പിൾസ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. തെക്കേ ഇന്ത്യയുടെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് കുടകാണ്. തെക്കേ ഇന്ത്യയുടെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് കുടകാണ്. എന്നാൽ കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നതോ കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്ന് അറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നതോ നാസിക് ആണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക് ആണ്. ഇന്ത്യയുടെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നതോ ഇന്ത്യയുടെ ആപ്പിൾ നഗരം ഷിംല. ഇന്ത്യയുടെ മാമ്പഴ നഗരം സേലമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ, ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്, ഇന്ത്യയുടെ ആപ്പിൾ നഗരം ഷിംല, ഇന്ത്യയുടെ മാമ്പഴ നഗരം സേലം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ്. മാംഗോ ആണ് പഴങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഴങ്ങളുടെ രാജാവ് മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൻസോ ആണ് മാമ്പഴങ്ങളുടെ രാജാവ്. സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ് കുരുമുളകാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ് കുരുമുളക്. കാട്ടുമരങ്ങളുടെ രാജാവ് തേക്കാണ്. കാട്ടിലെ രാജാവ് സിംഹമാണ്. കാട്ടുമരങ്ങളുടെ രാജാവ് തേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ് കുരുമുളക്, മാമ്പഴങ്ങളുടെ രാജാവ് അൽഫോൻസോ, പഴങ്ങളുടെ രാജാവ് മാമ്പഴം, കാട്ടിലെ രാജാവ് സിംഹം. അടുത്തത് നോക്കാം. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ്. പാമ്പുകളുടെ രാജാവ് ആരാണ്? രാജവെമ്പാലയാണ് പാമ്പുകളുടെ രാജാവ്. പക്ഷികളുടെ രാജാവ് കഴുകൻ. മത്സ്യങ്ങളുടെ രാജാവ് തിമിംഗല സ്രാവാണ് മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ അലങ്കാര മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഗോൾഡ് ഫിഷ് ആണ്. അടുത്തത് നോക്കാം. രോഗങ്ങളുടെ രാജാവ് ക്ഷയരോഗമാണ് രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് പെനിസിലിനാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ലോഹങ്ങളുടെ രാജാവ് ഇരുമ്പ്. അമൂല്യ ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ് ഇരുമ്പാണ്. അമൂല്യ ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ്. ദേവന്മാരുടെ രാജാവ് ദേവേന്ദ്രനാണ് ദേവന്മാരുടെ രാജാവ്. മുട്ടകളിലെ രാജാവ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. പഴങ്ങളുടെ റാണി മാങ്കോസ്റ്റിൻ ആണ്. പഴങ്ങളുടെ രാജാവ് മാമ്പഴം, പഴങ്ങളുടെ റാണി മാങ്കോസ്റ്റിൻ. പുഷ്പങ്ങളുടെ റാണി ആരാണ്?
റോസാണ്, റോസ്. പനിനീര്, റോസ്. പുഷ്പങ്ങളുടെ റാണി റോസ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ്. എന്നാൽ സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവാരാണ്? കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. ആടുകളിലെ റാണി, ആടുകളിലെ റാണി ജംനാപാരിയാണ് ആടുകളിലെ റാണി. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതിയാണ്. ബസുമതി റൈസ്, ബസുമതിയാണ് നെല്ലിനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത്. മാമ്പഴങ്ങളിലെ റാണി മൾഗോവയാണ്, മൾഗോവ. മാമ്പഴങ്ങളുടെ രാജാവോ? അൽഫോൻസോ. മാമ്പഴങ്ങളുടെ രാജാവ് അൽഫോൻസോ. മാമ്പഴങ്ങളിലെ റാണി മൾഗോവ. അറബിക്കടലിൻ്റെ റാണിയോ? അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ്, അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ്. എന്നാൽ ഹിമാലയത്തിൻ്റെ റാണിയോ? ഹിമാലയത്തിൻ്റെ റാണി ഡാർജിലിംഗ് ആണ് ഹിമാലയത്തിൻ്റെ റാണി, ഡാർജിലിംഗ്. നീലഗിരിയുടെ റാണിയോ? നീലഗിരിയുടെ റാണി ഊട്ടിയാണ്. പച്ചക്കറികളുടെ റാണി പടവലങ്ങയാണ്, പച്ചക്കറികളുടെ റാണി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് കേരളത്തിൻ്റെ ഹോളണ്ട് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്, കേരളത്തിൻ്റെ കാശ്മീർ മൂന്നാർ. കേരളത്തിൻ്റെ ഹോളണ്ട് ആലപ്പുഴ. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണ്. കേരളത്തിൻ്റെ ഹോളണ്ട് ആലപ്പുഴ, കേരളത്തിൻ്റെ കാശ്മീർ മൂന്നാർ, കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് വാഗമണ്ണ്. കേരളത്തിൻ്റെ മീനറയോ? കേരളത്തിൻ്റെ മീനറ കുട്ടനാടാണ്, കേരളത്തിൻ്റെ മീനറ കുട്ടനാട്. കേരളത്തിൻ്റെ മൈസൂർ മറയൂറാണ് കേരളത്തിൻ്റെ മൈസൂർ. കേരളത്തിൻ്റെ ഊട്ടി വയനാട് ജില്ലയാണ് കേരളത്തിൻ്റെ ഊട്ടി. എന്നാൽ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഊട്ടി ജില്ലകൾ നോക്കുമ്പോൾ വയനാട് ജില്ലയാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പൊന്മുടി റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനി. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാറാണ്. കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മാഹിപ്പുഴയാണ്. കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മാഹിപ്പുഴയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമോ? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. അടുത്തത് നോക്കാം. തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട്. എന്നാൽ ദൈവങ്ങളുടെ നാട് കാസർഗോഡാണ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, ദൈവങ്ങളുടെ നാട് കാസർഗോഡ്. പുഴകളുടെ ജില്ല എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാട് കാസർഗോഡാണ്, പുഴകളുടെ ജില്ല എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. വയനാടിൻ്റെ കവാടം ലക്കിടിയാണ് വയനാടിൻ്റെ കവാടം. ദക്ഷിണ വാരണസി കൊട്ടിയൂരാണ്, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ്. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയാണ്. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ല. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത്. തേക്കടിയുടെ കവാടം കുമളിയാണ് തേക്കടിയുടെ കവാടം.
തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്, കുമളി. അക്ഷരനഗരം കോട്ടയമാണ് അക്ഷര നഗരം എന്ന് അറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ ആണ്. രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ്. തുള്ളലിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്, അമ്പലപ്പുഴ. തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്, കുട്ടനാട്. തടാകങ്ങളുടെ നാട് കുട്ടനാട്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്, പമ്പ നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്നത്. കശുവണ്ടിയുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്, കൊല്ലം ജില്ലയാണ് കശുവണ്ടിയുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ പ്രകാശം എന്നറിയപ്പെടുന്നത് യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് അറിയപ്പെടുന്നത്. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ് ഏഷ്യയുടെ പ്രകാശം. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യനാണ്. പ്രച്ഛന്ന ബുദ്ധൻ ശ്രീ ശങ്കരാചാര്യൻ ആണ്. എന്നാൽ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നതോ? ആധുനിക ബുദ്ധൻ BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറാണ് ആധുനിക ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ് രണ്ടാം അശോകൻ. കേരള അശോകൻ എന്നറിയപ്പെടുന്നതോ? കേരള അശോകൻ വിക്രമാദിത്യ വരഗുണനാണ് കേരള അശോകൻ, വിക്രമാദിത്യ വരഗുണൻ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. കേരള മോപ്പാസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള മോപ്പോസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. കേരള പാണിനി AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത്. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ആണ്. കേരള സ്കോട്ട് CV രാമൻ പിള്ള, കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ, കേരള പാണിനി MR രാജരാജവർമ്മ, കേരള വാൽമീകി വള്ളത്തോൾ, കേരള സിംഹം പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജയാണ്. എന്നാൽ കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ്. മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് മറാത്ത സിംഹം എന്ന് അറിയപ്പെടുന്നത്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് മഹാരാജ രഞ്ജിത് സിംഗ് ആണ് പഞ്ചാബ് സിംഹം എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് കേസരി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ, ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ, ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആണ്.
മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. പഞ്ചാബ് കേസരി ലാലാ ലജപത് റോയ്, ആന്ധ്ര കേസരി ടി പ്രകാശമാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. യാചകരുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്ര ബോസാണ്. ഗുരുദേവ് എന്ന വിശേഷണമുള്ളത് ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ് നമ്മൾ ഗുരുദേവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. അതുകൂടാതെ നമ്മൾ മഹാത്മാ എന്നും ഗാന്ധിജിയെ വിളിക്കാറുണ്ട്, ബാപ്പുജി എന്നും ഗാന്ധിജിയെ വിളിക്കാറുണ്ട്. അഹിംസയുടെ ആൾരൂപം എന്നും ഗാന്ധിജി അറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? സബർമതിയിലെ സന്യാസി, മഹാത്മാ, ബാപ്പുജി, അഹിംസയുടെ ആൾരൂപം. ഈ വിശേഷണങ്ങളെല്ലാം ഗാന്ധിജിയുടേതാണ്. എന്നാൽ സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്നതോ? സമാധാനത്തിൻ്റെ ആൾരൂപം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കേരള PSCയിൽ വരുന്ന കൺഫ്യൂസിങ് ഫാക്റ്റ് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.